ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഊർജ്ജസ്വലനായ യുവ MLA പാലക്കാട്ടുകാരുടെ സ്വന്തം രാഹുൽ മോൻ 27 ദിവസമാണ് സ്വയം വീട്ടുതടങ്കലിൽ കഴിഞ്ഞത്. അതിനുശേഷം നിയമസഭയിലേക്ക് പോകാൻ രാഹുൽ എടുത്ത ആ തീരുമാനമുണ്ടല്ലോ, ചരിത്രപരമായ തീരുമാനമെന്നാണ് നമ്മളൊക്കെ അതിനെ വിശേഷിപ്പിക്കേണ്ടത്. കാരണം മാധ്യമങ്ങളും CPM-ഉം BJP-യും സ്വന്തം പാർട്ടിയിലുള്ള മഹിളാരത്നങ്ങളും മുതുക്കന്മാരായ നേതാക്കളുമൊക്കെ വളഞ്ഞിട്ടാക്രമിക്കാൻ ശ്രമിച്ചപ്പോഴും ആ ചെറുപ്പക്കാരൻ തൻ്റെ ഉള്ളിലെത്തി കെടുത്തിയിരുന്നില്ല. കൂട്ടുകാരും കുടുംബക്കാരും അടുപ്പമുള്ളവരും ദ ജേർണലിസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഒക്കെ കട്ടയ്ക്ക് കൂടെ നിന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കത്തിജ്വലിക്കുകയായിരുന്നു. സധൈര്യം ഒറ്റയ്ക്ക് തന്നെ നിയമസഭയിലേക്ക് വരികയായിരുന്നു. അപ്പോഴും ചില വിറളി പിടിച്ച മാധ്യമങ്ങൾ എഴുതിയത് രാഹുൽ ഒളിച്ചെത്തി എന്നാണ്. എല്ലാവരുടെയും മുന്നിലൂടെ എല്ലാ നിയമസഭാ സാമാജികരും പോകുന്ന അതേ വഴിയിലൂടെ നട്ടെല്ല് നിവർത്തി തല ഉയർത്തിയാണ് ചിരിച്ചുകൊണ്ട് രാഹുൽ നിയമസഭയിലേക്ക് വന്നത്, നടന്നു കയറി തനിക്ക് അനുവദിച്ച ഇരിപ്പിടത്തിലിരുന്നത്. ആത്മവിശ്വാസത്തിൻ്റെ ഒരു തരി പോലും അദ്ദേഹത്തിന് കുറവില്ലായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വിഷാദമോ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മുഖമോ ഒന്നുമായിരുന്നില്ല രാഹുലിൻ്റേത്. അദ്ദേഹം എല്ലാ നിയമസഭാ സാമാജികരെയും പോലെ തന്നെയാണ് അവിടെ ഇടപെട്ടത്, പെരുമാറിയത്, ഒടുവിൽ തിരിച്ചുപോയത്. പോകുന്ന വഴിയിൽ മാധ്യമങ്ങളും SFIക്കാരും പടകൂടി വന്ന് അദ്ദേഹത്തെ പല ചോദ്യങ്ങളും വർത്തമാനങ്ങളുമായി വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, നാറ്റിക്കാൻ ശ്രമിച്ചു. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ എന്നാണ് ഒരു SFIക്കാരൻ രാഹുലിനോട് ആക്രോശിച്ചു പറഞ്ഞത്. രാഹുൽ ഒറ്റയ്ക്ക്, ഇവന്മാർ 19 പേര് കൂട്ടത്തോടെ. അതിനിടയിൽ കിടന്ന് രാജാവ് കളിക്കാൻ ഏതവനും പറ്റും. പക്ഷെ ഒറ്റയ്ക്ക് തനിക്ക് നേരെ വന്ന എല്ലാത്തിനെയും തട്ടിമാറ്റി തൻ്റെ വഴിയിലൂടെ നിശ്ചയദാർഢ്യത്തോടെ ഊർജ്ജസ്വലനായി മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഇവിടെ കയ്യടി. പാലക്കാട്ടെ ജനങ്ങൾ മുഴുവൻ കൊതിച്ചിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട രാഹുൽ മോൻ, ഞങ്ങളുടെ സ്വന്തം MLA, ഞങ്ങളുടെ പ്രതീക്ഷ, ഭാവി മുഖ്യമന്ത്രി എന്ന് പോലും വിളിക്കപ്പെടുന്ന ആ കരുത്തുറ്റ രാഷ്ട്രീയ നേതാവ് പാലക്കാട് എത്തുന്നത് കാണാനായി സകലരും ഇരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട്ട് രാഹുൽ എത്തിയാൽ രാഹുലിനെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുപ്പിക്കില്ല, രാഹുലിനെ MLA ഓഫീസിൽ ഇരുത്താൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് പാലക്കാട് BJP അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഘോരം പ്രസംഗിച്ചത്. പ്രശാന്ത് ശിവനെ പാലക്കാട് ആരുടെയും പിതാവിന് സ്ത്രീധനമായി കിട്ടിയതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ. താങ്കൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അത്രയും ബോധ്യമുണ്ടെങ്കിൽ, അത്രയും ചങ്കൂറ്റമുണ്ടെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക്. പാലക്കാട്ടെ വോട്ടർമാരുടെ മുന്നിൽ വെച്ച് തന്നെ തടയണേ. അല്ലാതെ എടപ്പാളോട്ടം ഓടിയതുപോലെ വല്ലയിടത്തും കൂടി നിന്ന് എന്തെങ്കിലും ചെയ്തിട്ട് വിരണ്ടോടുന്ന പരിപാടിയല്ല പറഞ്ഞത്. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ രാഹുലിനെ നേർക്കുനേർ നേരിടാൻ. അല്ലാതെ ഒളിച്ചിരുന്ന് കൂക്കാനും കയ്യിലൊരു ചരട് കെട്ടി വായിൽ തോന്നിയത് മുദ്രാവാക്യം എന്ന രീതിയിൽ വിളിച്ചു കൂവാനും അല്ല പറയുന്നത്. രാഹുലിനോട് നേർക്കുനേർ രാഷ്ട്രീയം സംവദിക്കാൻ, രാഹുലിനോട് നേർക്കുനേർ ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ, ആ കേസിൻ്റെ ക്രൈംബ്രാഞ്ച് എടുത്ത ഏറ്റവും വലിയ കേസിൻ്റെ CPM-ൻ്റെ പോലീസിൽ ഒരു വിശ്വാസവുമില്ലെന്ന് നേരത്തെ തന്നെ പറയുന്ന BJP-ക്കാർ ഇപ്പോൾ ഏറ്റവും അധികം വിശ്വസിക്കുന്നത് ക്രൈംബ്രാഞ്ചിനെയാണ്. രാഹുലിനെതിരെ അടിക്കാൻ ഒരു വടി കൊടുത്ത CPM-നെ സ്തുതിക്കുന്ന വിധത്തിൽ CPM-ൻ്റെ പോലീസുകാർ ഭയങ്കര നല്ലവന്മാരാണെന്ന മട്ടിലാണ്, ഇപ്പോൾ വിശ്വാസയോഗ്യമായ കേന്ദ്രം എന്ന മട്ടിലാണ് BJP-ക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് എന്താ, പോലീസ് അന്വേഷണം കാര്യക്ഷമമാണ്, അടിപൊളിയാണ്, പോലീസ് FIR ഇട്ടില്ലേ, അതുകൊണ്ട് രാഹുൽ കുറ്റക്കാരനായില്ലേ എന്നൊക്കെയാണ്. നിയമവ്യവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് സ്വല്പമെങ്കിലും ജ്ഞാനമുണ്ടെങ്കിൽ ഇമാതിരി പൊട്ടത്തരം BJP-ക്കാർ വിളിച്ചു പറയില്ല. FIR ഇടലൊക്കെ സാങ്കേതിക നടപടിക്രമമാണ്. ആർക്കെതിരെയും പരാതി കൊടുക്കാം, പോലീസിന് താല്പര്യമുണ്ടെങ്കിൽ FIR ഇടാം, സർക്കാരിൻ്റെ സമ്മർദ്ദമുണ്ടെങ്കിലും FIR ഇടാം. പക്ഷേ അതിന്മേൽ നടക്കുന്ന അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ക്രൈംബ്രാഞ്ച് ഇതുവരെ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. നിലവിൽ വരുന്ന വാർത്തകൾ വിശ്വാസയോഗ്യമാണെങ്കിൽ ഇതുവരെ തെളിവിൻ്റെ ഒരു തരിപ്പ് പോലും ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടില്ല. ഒരു നടിയെന്ന് സ്വയം പറയുന്ന ഏതോ ഒരു പെണ്ണ് വന്ന് എന്തോ വിളിച്ചു പറഞ്ഞു എന്നും പറഞ്ഞ് അവരുടെ പിറകെ പോയി. അവരുടെ കയ്യിൽ നിന്നും ഒരു ഉല്ലും കിട്ടിയില്ല എന്നും കിട്ടിയതൊക്കെ ദുർബലമാണ് എന്നുമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറഞ്ഞതായി ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോഴും പറയുന്നു മാധ്യമ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ അതൊക്കെയാണ് അതിൻ്റെ അവസ്ഥ.
അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഒരു തട്ടുകേടും സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഊർജ്ജസ്വലനായി ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നിയമസഭയിൽ അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ ചെയ്തു, തിരിച്ചുപോയി മാധ്യമങ്ങളോട് ചങ്കൂറ്റത്തോടെ മറുപടി പറഞ്ഞു. നോക്കുക, കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഈ വിധത്തിൽ ധൈര്യപൂർവ്വം ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് ആക്രമിക്കാൻ വന്ന എല്ലാത്തിനുമെതിരെ ഈ വിധത്തിൽ നിന്നിട്ടുണ്ടോ, നിവർന്നു നിന്നിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പവർ എന്താണെന്ന് കേരളം അറിഞ്ഞ നിമിഷമാണത്. കുറേ നേതാക്കളുടെ കൂടെ വന്ന് മാധ്യമങ്ങളോട് ആരോപണങ്ങൾക്ക് പ്രത്യാരോപണം പറയാൻ ആർക്കും പറ്റും, പക്ഷെ പാർട്ടി കൂടെയില്ല. ഒരാളും മിണ്ടിയില്ല. നിയമസഭയിൽ വെച്ച് സമന്വിതരായ ലീഗിൻ്റെ MLA-മാർ മാത്രമാണ് അല്പമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ഒരു അനുഭാവം കാണിച്ചത്. പാർട്ടിക്കാർ മുഴുവൻ മുഖം തിരിച്ചു നിന്നു. അവർക്ക് അതിനെ സാധിക്കൂ, അല്ലെങ്കിൽ CPM-മാർ വെക്കിട്ട് കയറും. ഈ സഭയുടെ അജണ്ട തന്നെ മാറിപ്പോകും. നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഉയർത്താനിരുന്ന ആരോപണങ്ങളുടെ മുഴുവൻ മുനയൊടിക്കാൻ രാഹുലിനോട് ഇവർ സൗഹൃദപരമായി പെരുമാറിയാൽ സാധിക്കും. CPM അത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ തീരുമാനത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല കൂടെ. ഒന്നോ രണ്ടോ കൂട്ടുകാരുണ്ട് എന്നതിലപ്പുറം അയാൾ ഒറ്റയ്ക്കാണ്, നിരായുധനാണ്. അയാൾക്ക് തിരിച്ചു പറയാനൊന്നുമില്ല. അയാൾ പറഞ്ഞിട്ടുമില്ല. അയാൾ പറയുന്നത് എന്താണ്? അയാൾ പറയുന്നത് അന്വേഷണം നടക്കട്ടെ. അപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഏതോ ഒരു റിപ്പോർട്ടർ വന്നിട്ട് ഓഡിയോ നിങ്ങളുടെയാണോ, ഓഡിയോ നിങ്ങളുടെയാണോ, ഓഡിയോ നിങ്ങളുടെയാണോ എന്ന് നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മാഷേ, നിങ്ങളുടെ എഡിറ്റോറിയൽ തലവനല്ലേ ഓഡിയോ രാഹുലിൻ്റെയാണ്, ഓഡിയോ രാഹുലിൻ്റെയാണ്, ഓഡിയോ രാഹുലിൻ്റെയാണ് എന്ന് പറഞ്ഞ് അത് നിരന്തരം സംപ്രേഷണം ചെയ്തത്. എന്നിട്ട് പിന്നെ ആ ചാനലിൻ്റെ റിപ്പോർട്ടർ പോയിട്ട് ഓഡിയോ നിങ്ങളുടെയാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താ? അപ്പം നിങ്ങൾക്ക് ഉറപ്പില്ലേ ഈ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്ന്? ഇതൊക്കെയാണ് ഇന്നത്തെ മാധ്യമ പഠനം. ഒരു പ്രൊഫസറാണ്, കോളേജിലെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ആ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് വാർത്ത വായിക്കുന്നത്. എന്നിട്ട് അയാൾ ഈ റിപ്പോർട്ടറെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. രാഹുലിനോട് കുത്തി കുത്തി ചോദിച്ചതിന് അഭിനന്ദനം പറയുക. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, കാരണം ചോദിച്ചിട്ട് കാര്യമില്ല. ഇതാണ് മാധ്യമ പ്രവർത്തനം. സാറിനോടൊരു കാര്യം ചോദിക്കട്ടെ. സാറ് തന്നെയാണ് പറഞ്ഞത് അത് രാഹുലിൻ്റെ ഓഡിയോ ക്ലിപ്പാണ്, ഒറിജിനലാണ്, ഇനിയും കുറേ വരാനുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ റിപ്പോർട്ടറെ വിട്ട് ചോദിക്കുകയാണ്, മോനെ അത് ഒറിജിനലാണോ എന്ന് ചോദിക്കുന്നത്. ഇത് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ്? അങ്ങാടിയിലിരുന്ന് അല്ലെങ്കിൽ വീടിൻ്റെ പിന്നാമ്പുറത്തെടുത്ത് പരദൂഷണം പറയുന്ന, കുന്നായ്മ പറയുന്ന, കുശുകുശുക്കുന്ന കുറേ ചേച്ചിമാരുണ്ട്. ഏതാണ്ട് അതേപോലെയാണ് നിങ്ങളും ചെയ്യുന്നത്. മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ ആ പണിയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനെ മാധ്യമപ്രവർത്തനം എന്ന് വിളിച്ച് മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ്സ് കെടുത്താൻ എന്തായാലും താല്പര്യമില്ല. എന്തായാലും ഞാൻ പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി മാധ്യമങ്ങൾ ഉയർത്തിയ കഥകൾ മുഴുവൻ ചീറ്റിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്ത് തടസ്സമാണുള്ളത് പാലക്കാട്ടേക്ക് പോകാൻ? ആരാണ് അയാളെ തടയുന്നത്? എന്തിനാണ് തടയുന്നത്? ഈ തടയുന്ന ആളുകളോട് നിർത്തിയിട്ടൊരു ചോദ്യം ചോദിക്കുക, അല്ല ചേട്ടാ എന്തിനാണ് തടയുന്നത്? ലൈംഗിക ആരോപണ കേസ്, അപവാദ കേസ്, എന്താരോപണം, ഏത് കേസ്, ആര് വന്നു, ഇരയാരാണ്? അവന്തിക. അവന്തിക അവിടെ പോയി? ഈ പാലക്കാട്ടെ BJP പ്രശാന്ത് ശിവന് പറയാനുള്ള ഒരേ ഒരു പേര് അവന്തികയാണ്. അവന്തിക ഏത് വഴിക്ക് പോയി എന്ന് ആർക്കും അറിയില്ല. പരാതിയില്ല, തെളിവില്ല, ഒന്നുമില്ല. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും വേണ്ട. ഭൂമി വിളന്ന് നേരെ അടിയിലോട്ട് പോയോ? ചോദ്യമാണ്, ഇവരൊക്കെ എവിടെ? ഒരു സിനിമ അടി എന്നും പറഞ്ഞൊരു പെണ്ണ് വന്നു, അതിൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഏതാണ് ഗർഭക്കേസ്? ഈ ഗർഭം ഉണ്ടായി പോയി വന്നു എന്നൊക്കെ പറയുന്നത് അത് രണ്ടുപേരും തമ്മിലുള്ള കാര്യമാണ്. അത് അവർ തീർത്തോളും. അവർക്ക് നിയമപരമായി പോകാൻ താല്പര്യമില്ലെങ്കിൽ അത് അവർ തീർത്തോളും. ഈ ഗർഭം അലസിപ്പിച്ചോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇവരുടെ ഫോൺ സംഭാഷണം വെച്ചിട്ടാണ് ഈ പറയുന്നത്. അത് ആ പെണ്ണ് ചിലപ്പോൾ ഈ രാഹുലിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലോ അതിലും വ്യക്തതയില്ല. എന്നിട്ടാണ് ഗർഭം കലക്കി എന്നൊക്കെ പറഞ്ഞ് ഇയാളെ കളിയാക്കുന്നത്. ഇന്നലെ വീണ ജോർജ് എന്ന നമ്മുടെ ബഹുമാന്യയായ ആരോഗ്യമന്ത്രി ഒരു മാധ്യമപ്രവർത്തക കൂടിയായിരുന്നു, പ്രമുഖ മാധ്യമപ്രവർത്തകയായിരുന്നു. അവരെ പോലൊരു മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത ക്ഷോഭം തോന്നിപ്പോയി. ഇവിടെ അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്നു, ആശുപത്രികളുടെ ശോചനീയാവസ്ഥകളെക്കുറിച്ച് ചർച്ച വരുന്നു, വളരെ ഗൗരവതരമായ കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് പിന്നെ മാങ്കൂട്ടത്തിലിനെ പോലെ ഗർഭം കലക്കലല്ല നമ്മുടെ പണി, കുട്ടികളെ ജനിപ്പിക്കലാണെന്ന്. അല്ലെങ്കിൽ ഈ സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ മേഖലയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഈ മന്ത്രി, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ മുകേഷിൻ്റെ പുറകെ ചാനലുകൾ, മാധ്യമങ്ങൾ മൈക്കുമായിട്ട് പോയിട്ട് പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പോൾ അയ്യോ ഇതൊന്നും ചോദിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ ഇളിഭ്യനായി പരിഹാസനായിട്ട് പോവാ. മാങ്കൂട്ടത്തിൽ നിവർന്ന് നിന്ന് മറുപടി പറയുകയാണ്. ആ മറുപടി കണ്ടാൽ പോരെ ആ മനുഷ്യൻ എത്രത്തോളം പവർഫുള്ളാണെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ പാലക്കാട്ട് എത്തിക്കഴിഞ്ഞാൽ അയാളുടെ പണി അന്തസ്സായിട്ട് ചെയ്യും, ഒരു സംശയവും വേണ്ട. ഒരുത്തനും തടയാൻ പറ്റില്ല, തടയുന്നവർ അപഹാസ്യരാകുകയുള്ളൂ. ഇപ്പോൾ ഷാഫീനെ വടകര തടയാൻ പോയിട്ട് എന്തായി? കിട്ടിയില്ലേ? അതിനുശേഷം ഷാഫീൻ ആർക്കും തടയണ്ടല്ലോ. ഇറങ്ങി നിവർന്ന് നിന്ന് എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ വിട്ടുപോണ ടീമുകളാണ്.
പെണ്ണ് കേസ് ഇതേ പറയാനുള്ളൂ. പണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരെ ഉണ്ടായിരുന്നു പെണ്ണ് കേസ്. അന്ന് ഉമ്മൻചാണ്ടി ശക്തമായിട്ട് നടു റോട്ടിൽ ഇറങ്ങിയിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അതുപോലെ ഇട്ട് ആക്രമിച്ചത്, അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്ന് ചോര വരുത്തിച്ചത്, ശരിക്കും ആക്രമിച്ചത് കായികമായി തന്നെ. അപ്പോൾ രാഹുലിൻ്റെ അടുത്ത് ഈ കളിയൊന്നും നടക്കില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് എത്തിയാൽ അവിടുത്തെ കോൺഗ്രസ്സുകാർ സംരക്ഷിക്കില്ല എന്ന്? ഒരു വലിയ കോട്ട പോലെ സംരക്ഷിക്കും, ഒരു സംശയവും വേണ്ട. ഒരു ഉറച്ച കോട്ടയായി കോൺഗ്രസ് സംവിധാനങ്ങൾ മുഴുവനും നിന്നുകൊണ്ട് പാലക്കാട്ട് രാഹുലിന് വലിയ സംരക്ഷണം ഒരുക്കും, ഉറപ്പാണ്. എന്തായാലും രാഹുൽ അത്യുഗ്രമായി തന്നെ തിരിച്ചെത്തുകയാണ്. തടയുമെന്നൊക്കെ പറഞ്ഞ BJPക്ക് വിറയലുണ്ടാകും, ഉറപ്പാണ്. CPM-നും വലിയ ഞെട്ടലുണ്ടാകും. രാഹുൽ കരുത്തനായ നേതാവായി കുതിച്ചു തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആർക്കും.